അറബി ഒട്ടും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്നും കാണാതെ ഇത് മാത്രം കണ്ട് നിങ്ങൾ പോകരുത്, അത് നിങ്ങൾ ബാക്കിലേക്ക് പോയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ജോണാണ്, അദ്ദേഹം ജോണാണ്, അദ്ദേഹം ഒരു എൻജിനീയറാണ്, അവൾ ഇനി അടുത്ത് നമുക്ക് പറയാം അവൾ ലീനയാണ്. കണ്ടോ, അപ്പോൾ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഹാദിഹി എന്ന് പറയണം. ഹാദിഹി എന്ന് കേൾക്കൂല, ഹാദി എന്നേ പറയുള്ളൂ. ഇപ്പോൾ ഡോക്ടറാണ്, ഹാദി ദുക്തൂറ ഇത് ഡോക്ടർ മാഡം ആണ്. ഹാദി മുഹാസിബ ഇവർ അക്കൗണ്ടൻ്റ് ആണ് ലേഡീസ് ആവുമ്പോൾ. ഹാദി മുഹന്ദിസ ഇവർ എൻജിനീയറാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയുള്ളതുപോലെ നീ, നിങ്ങൾ, താങ്കൾ, ഇവൻ, ഇവൾ, ഇദ്ദേഹം, ഇവർ ഇങ്ങനെയൊന്നും പറയില്ല. ഒരു ഹാദി എന്ന സ്ത്രീക്കും ഹാദ എന്ന പുരുഷനും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പഠിക്കാൻ സുഖമാണ്, വാക്കുകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കാം. ഹാദി ലീന, മുമ്പത്തെ നിങ്ങൾക്കറിയാലോ. ഹാദ ജോൺ, ഇവിടെ പറഞ്ഞ് ഹാദി ലീന, ഇദ്ദേഹം ലീനയാണ്. മാത്രമല്ല ഇവർ മാനേജർ മാഡമാണ്, മാനേജറാണ്. ഹാദി മുദീറ, പുരുഷനെ കുറിച്ച് പറയുമ്പോൾ ഹാദ മുദീർ, ഇതാരാണ്, ഞങ്ങളുടെ മാനേജറാണ്. ഹാദ മുദീർ, ഹാദി മുദീറ. ഓക്കെ ആണോ? അത് രണ്ടും നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഹാദ മുദീർ, ഹാദി മുദീറ. ഓക്കെ, ഇനി ഒരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇദ്ദേഹം, ഇവൻ എന്ന് പറയുന്ന ഹാദ തന്നെയാണ് അതിനുപയോഗിക്കാറുള്ളത്. ഹാദ ഗലം, ഒരു 4 വാക്ക് നമുക്ക് പഠിക്കാം. ഹാദ ഗലം, ഇതൊരു പേനയാണ്. ഹാദ ഗലം, അത് ഗലമുൻ എന്ന് കാണാൻ നിങ്ങൾക്ക് സാഹിത്യ അറബി, ജമിനി, ഗൂഗിളൊക്കെ പറയരുത്. ഹാദ ഗലം, ഇതൊരു പേനയാണ്. ഹാദ ജവാൽ, ജവാലുൻ പറയരുത്. ഹാദ ജവാൽ, ഇതൊരു മൊബൈൽ ആണ്. ഓക്കെ, ഹാദ മക്തബ്, ഇത് ഒരു ഓഫീസാണ്. ഹാദ മക്തബ്, അപ്പം നിങ്ങൾക്ക് പറയാം ഹാദ മക്തബ്, ഹാദ ജവാൽ. ഇന്ന് മുതൽ അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞ് പഠിച്ചു നോക്കി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഷ എളുപ്പത്തിൽ പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. ഒരു വാക്ക്, ഇത് വീടാണ്, ഹാദ ബൈത്ത്. ഇനി ഇത് എൻ്റെ വീടാണ്, അവൻ്റെ വീടാണ് എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വീടാണ്, ഇത് പേനയാണ്, ഇത് മൊബൈലാണ്, ഇത് പറയാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ?